അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സമസ്ത വാർഷിക പരീക്ഷ 3-ലെ ദുറൂസുമായി ബന്ധപ്പെട്ട്, നാളെ ദുറൂസാണല്ലോ പരീക്ഷ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ പേപ്പറുമായിട്ടാണ്. ഇതിനു മുമ്പ് നമ്മൾ വേറൊരു മോഡൽ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോ പോയി കാണാം. അതിനുശേഷം നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യുന്നതാണ് ഈ വീഡിയോ. വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്വിസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് നോക്കുക. അതിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് പോയി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം. ആദ്യത്തെ പ്രവർത്തനം യോജിപ്പിക്കാം എന്നുള്ള പ്രവർത്തനമാണ്. മുകളിൽ കുറേ ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് യോജിച്ചത് താഴേക്ക് എഴുതിയെടുക്കണം. ഓരോ ഓപ്ഷനുകളും ഏതാണോ യോജിച്ചത് അത് താഴേക്ക് എഴുതിയെടുക്കേണ്ട ഒരു പ്രവർത്തനമാണ്. 1. അസൂയ നന്മകളെ ഡാഷ്. നേരെ മുകളിൽ തന്നെ കാണാം, നശിപ്പിക്കും. അസൂയ നന്മകൾ എന്ത് ചെയ്യും? നശിപ്പിക്കും. രണ്ടാമത്തത് കോപം അടക്കാനുള്ള മാർഗങ്ങൾ. കോപം അടക്കാനുള്ള മാർഗങ്ങളിൽ പെട്ടതാണ് എന്ത്? വുളൂ ചെയ്യുക. കോപം വന്നാൽ വുളൂ ചെയ്യൽ കോപം അടക്കാനുള്ള മാർഗത്തിൽ പെട്ടതാണ്. 3. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. അതിന് യോജിച്ച ഏതാണ്? ഖുലുഖി. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. ഓക്കെ. ഇനി നാലാമത്തത് സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ. മുകളിൽ തന്നെ കാണാം, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അഞ്ചാമത്തത് അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു എന്താണ്? അദ്ദേഹത്തിൻ്റെ നാടാണ് ഖുറാസാൻ. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂർത്തിയാക്കാം എന്നുള്ളത്. വരി പൂർത്തിയാക്കി കൊടുക്കുക. 1. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് ഡാഷ്. ആരാണ്? കുടുംബക്കാർ. 2. നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിൽ ഉള്ളവരാണ് നമ്മുടെ അയൽവാസികൾ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ അർദ്ധവാർഷികത്തിലൊക്കെ അത് വന്നിട്ടുണ്ടായിരുന്നു. 3. അതിഥികളെ ആദരിക്കൽ ഈമാനിൻ്റെ ഡാഷ് ഭാഗമാണ്. അതിൽ തന്നെ ആ പാഠത്തിൽ തന്നെ അതിഥികൾ കാണിക്കേണ്ട മര്യാദകളും വിരുന്നുകാർ കാണിക്കേണ്ട മര്യാദകളും പറയുന്നുണ്ട്. അത് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഒരു ഹദീസും അതിലുണ്ട്. ഇനി അടുത്തത് 4. ഒരാളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന അവയവമാണ്. ഏതാണത്? ഖൽബ് അല്ലേ? ഖൽബാണ്. അവയവങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഖൽബാണ്. 2. 5. അസൂയ ഒരു മുഅ്മിനിൽ നിന്ന് ഉണ്ടാവാൻ ഡാഷ്. അത് പൂർത്തിയാക്കി കൊടുക്കാം. അസൂയ ഒരു മുഅ്മിനിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത് നമുക്ക് അസൂയ നന്മയെ നശിപ്പിക്കും എന്നുള്ള പാഠത്തിലുണ്ട് കേട്ടോ. 24-ാമത്തെ പേജിലുണ്ടാകും. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ഈ ഒരു പ്രവർത്തനം 2 വീതം എഴുതാം എന്നുള്ള പ്രവർത്തനം ശ്രദ്ധിക്കുക. പാഠഭാഗത്ത് കുറേ പറയുന്നുണ്ട്. പുസ്തകത്തിൽ തന്നെ അസൂയയുടെ അപകടങ്ങൾ പറയുന്നുണ്ട്, അസൂയയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാരണങ്ങളും കോപമടക്കാനുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിർബന്ധമായും പഠിച്ചു വെക്കണം. ഇതിൽ ഫസ്റ്റ് കാണാം അസൂയയുടെ അപകടങ്ങൾ. അസൂയ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? 1. അസൂയ നന്മകളെ നശിപ്പിക്കും. രണ്ടാമത്തത് അസൂയയും ഈമാനും ഒരാളുടെ ഖൽബിൽ ഒരുമിച്ച് ഉണ്ടാവുകയില്ല. മറ്റൊന്ന്, അസൂയ പരസ്പരം വെറുപ്പുണ്ടാക്കും. 4. അസൂയാലു എപ്പോഴും അസ്വസ്ഥനായിരിക്കും. 5. അസൂയാലുവിൻ്റെ പ്രാർത്ഥന തള്ളപ്പെടും. ഇതൊക്കെയാണ് അസൂയയുടെ അപകടങ്ങൾ. 2. കോപം അടക്കാനുള്ള മാർഗങ്ങൾ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിനെ അടക്കി നിർത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് തന്നെയാണ്. 1.
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക. അതുപോലെ തന്നെ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്നവനാണെങ്കിലോ കിടക്കുക. മറ്റൊന്ന് വുളൂ ചെയ്യുക. വേറെ ഒന്ന് കോപം വരുത്തുന്ന അപകടങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മിക്കുക. ഇതൊക്കെയാണ് കോപം അടക്കാനുള്ള മാർഗങ്ങൾ. ഇനി മൂന്നാമത്തത് കൽബിനെ നന്നാക്കാനുള്ള വഴികൾ. നമ്മുടെ കൽബ് നന്നാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? അതിലൊന്നാമത്തത് നല്ല കാര്യങ്ങൾ ശീലമാക്കുക. മറ്റൊന്ന് തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുക. മൂന്നാമത്തത് സംഭവിച്ച തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. നാലാമത്തത് നല്ലവരോട് സഹവസിക്കുക, അതായത് കൂട്ടുകൂടുക. അവസാനത്തത് ദിക്റും സ്വലാത്തും ശീലമാക്കുക. ഇതിലൂടെ നമുക്ക് കൽബിനെ നന്നാക്കാൻ കഴിയും. ഇനി നാലാമത്തത് സൽസ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ. നല്ല സൽസ്വഭാവികളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേതാണ് പുഞ്ചിരിക്കുന്ന മുഖം, എപ്പോഴും പുഞ്ചിരിച്ചിട്ടുള്ള മുഖം. അതുപോലെ രണ്ടാമത്തത് ആരും ഇഷ്ടപ്പെടുന്ന സംസാരം. മൂന്നാമത്തത് അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ്. മറ്റൊന്ന് നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ്. വേറെ ക്ഷമിക്കാനും മാപ്പ് നൽകാനുമുള്ള കഴിവ്. ഇതൊക്കെയാണ് സൽസ്വഭാവികളുടെ ലക്ഷണങ്ങൾ. ഇനി ഉത്തരം എഴുതാം എന്നുള്ള അടുത്ത പ്രവർത്തനം നോക്കാം. ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പഠിച്ചു വെക്കുക. ഒന്ന്, എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത്? എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. ഈ ചോദ്യം തന്നെ വേറൊരു രീതിയിലും വരാം. എന്തിനു വേണ്ടിയാണ് നാം ഭക്ഷണം കഴിക്കുന്നത് എന്നോ, അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നാം എന്താണ് കരുതേണ്ടത് എന്നും ചോദിക്കാം. അപ്പോൾ ചിലർ എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ആകും. ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ എഴുതുക? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അപ്പോൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നാം കരുതണം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ബിസ്മി എന്ന് എഴുതും. അങ്ങനെയല്ല, എന്താണ് കരുതേണ്ടത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. 2, നമീമത്ത് എന്നാൽ എന്ത്? നമീമത്ത് എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ് നമീമത്ത്, അതായത് ഏഷണി എന്ന് പറയും. 3, പരദൂഷണം പറയുന്നത് കേട്ടാൽ എന്ത് ചെയ്യണം? പരദൂഷണം കേട്ടാൽ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഉത്തരം നമുക്ക് 28ാമത്തെ പേജിലുണ്ട്. പരദൂഷണം പറയുന്നത് കേട്ടാൽ അത് തടയേണ്ടതും അതിന് കഴിയില്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കേണ്ടതുമാണ്. ഇനി അടുത്ത ചോദ്യം 4, അസൂയ എന്നാൽ എന്താണെന്ന്. എന്താണ്? തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് അസൂയ. 5, കുടുംബ ബന്ധം പുലർത്തിയാലുള്ള ഗുണങ്ങളിൽ നിന്ന് ഒന്ന് എഴുതുക, ഒന്ന് മാത്രം. ഏതൊക്കെയാണെന്ന് മുഴുവനായിട്ട് നമുക്കത് പറയാം. ഒന്നാമത്തേതാണ് റിസ്ക് വിശാലമാകും. മറ്റൊന്ന് ആയുസ് കൂടും. മറ്റൊന്ന് സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും. വേറൊന്ന് നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. ഇതൊക്കെ കുടുംബ ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളാണ് കേട്ടോ. ഇനി വരി പൂർത്തിയാക്കി കൊടുക്കാനുള്ള പ്രവർത്തനമാണ് പൂരിപ്പിക്കാം. 1, അയൽവാസി ഡേഷ് കിടക്കുമ്പോൾ ഡേഷ് ഉണ്ണുന്നവൻ ഡേഷ് വിശ്വാസിയല്ല. എങ്ങനെയാണ്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവർ നമ്മിൽ വിശ്വാസിയല്ല. ഇനി 2, നല്ല ഡേഷ് പ്രവർത്തികൾക്കും ഡേഷ് മാനസികമായ ഡേഷ് സൽസ്വഭാവം എന്ന് പറയുന്നത്. അത് പൂരിപ്പിച്ചു കൊടുക്കുക. നല്ല വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികമായ അവസ്ഥയാണ് സൽസ്വഭാവം. ഓക്കെ. ഇനി 3ാമത്തത് ശരീരത്തിൽ ഒരു ഡേഷ്, അത് നന്നായാൽ ഡേഷ് നന്നായി, അത് ദുഷിച്ചാൽ ഡേഷ് ദുഷിച്ചു അറിയുക, അതാണ് ഡേഷ്. അത് പൂരിപ്പിച്ചു കൊടുക്കുക. ശരീരത്തിൽ ഒരു മാംസക്കഷ്ണം ഉണ്ട്,
അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവനും ദുഷിച്ചു. അറിയുക, അതാണ് ഹൃദയം. ഇനി അടുത്ത പ്രവർത്തനം ആശയം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ്. ഇതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കണം. 1. ലാ യദ്ഖുലുൽ ജന്നത നമ്മാം. എന്താ അതിൻ്റെ അർത്ഥം? ഏഷണിക്കാരൻ സ്വർഗത്തിൽ കടക്കുകയില്ല. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.